ഹായ് എവരിവൺ, വെൽക്കം ടു കിച്ചൂസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും കിച്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞങ്ങളിവിടെ ഒരു ഫാമിലി ഔട്ടിങ്ങിന് വേണ്ടി ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. അതായത് ഞങ്ങളൊരു ഉച്ച സമയത്താണ് വന്നത് കേട്ടോ. അവിടെ ഇപ്പോൾ അത് പോവാറായി. ഇപ്പം നല്ല വിശപ്പായിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് തീരെ താല്പര്യമില്ല. അപ്പോൾ അത് കാരണം ഞങ്ങളിനി വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഫ്രൈഡ് റൈസ് ഓർമ്മ വന്നു. ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ളൊരു ബാച്ചിലേഴ്സ് എഗ് ഫ്രൈഡ് റൈസാണ്. അപ്പം ഞാൻ നിങ്ങൾക്കത് അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളായിട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവരും ട്രൈ ചെയ്യാം. നമ്മുടെ ബാച്ചിലർ സ്പെഷ്യൽ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ്സിൽ ബസ്മതി റൈസ് 1 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഇപ്പോൾ 1 ഗ്ലാസ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ 1 ഗ്ലാസ് അങ്ങനെയെല്ലാം എടുക്കാം. 1 മണിക്കൂർ എന്തായാലും വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര മുട്ടയാണോ വേണ്ടത്, ഇപ്പോൾ 6 ആയാലും 4 ആയാലും ഒന്നും കുഴപ്പമില്ല. അത് നമ്മൾ എടുക്കുന്ന റൈസിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ എഗ് ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഓനിയനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 വലിയ ഗാർലിക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വെജിറ്റബിൾസ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ക്യാരറ്റിനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് പച്ച ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാഫ് ചുവപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസ് തന്നെ എടുക്കേണ്ട യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എന്താണോ അത് നിങ്ങൾക്ക് എടുക്കാം. ആദ്യം ഞാൻ കാണിച്ച ഒനിയനും ഗാർലിക്കും ജിഞ്ചറും എന്തായാലും എടുത്തിരിക്കണം. ബാക്കിയൊക്കെ ഓപ്ഷണലാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് പെപ്പർ പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ആണുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനീഗർ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസ് എടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടികട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാൻ ഇപ്പം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ എണ്ണ ചൂടാവുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓനിയനും അതുപോലെ ഗാർലിക് ജിഞ്ചർ അതിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇതാ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓനിയനും ജിഞ്ചറും ഗാർലിക്കും ഒക്കെ കൂടി ഇട്ട് ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. വല്ലാണ്ടാക്കണ്ട, ചെറുതായിട്ട്. ഇപ്പോൾ ഒനിയനൊക്കെ അത്യാവശ്യം സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ടെടുക്കാം. ഇതിനെയും ഒന്ന് ലൈറ്റായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് സോട്ടായി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെജിറ്റബിൾസിന് കുറച്ച് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിട്ട് കൊടുക്കണല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് എഗ് ഒഴിക്കുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള. നമുക്കിനി നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് പെപ്പർ ഇടാം. പിന്നെ സോയാ സോസ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഇവിടെ വിനീഗർ എടുത്ത് വെച്ചിട്ടില്ലേ, അത് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം.
ഇനി നമുക്ക് നമ്മുടെ ഈ മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്യാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഒന്ന് സ്ക്രാമ്പിളായി വരുന്നുണ്ട് നമ്മുടെ മുട്ട. ഇനി ഇതെല്ലാം കൂടി ഈ വെജിറ്റബിൾസ് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസും ഈ മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ റൈസിനെ വേവിച്ചെടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പും എണ്ണയും കൂടി ചേർത്തിട്ടാണ്. എണ്ണ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇതിങ്ങനെ റൈസ് റെഡി ആകുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ റൈസൊക്കെ ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ടുണ്ട്. ഈ റൈസ് ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കുന്ന സമയത്ത് കുഴഞ്ഞ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഒരു 5 തൊട്ട് 10 മിനിറ്റിനുള്ളിൽ എടുക്കാൻ പറ്റുന്ന ഒരു ബാച്ചിലർ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആണ്. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമുക്ക് ഇനി ഇതിനെടുത്തിട്ട് ഒരു സെർവിംഗ് ഡിഷിലേക്ക് എടുത്ത് മാറ്റാം. നമ്മുടെ 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്ന ബാച്ചിലർ സ്പെഷ്യൽ എഗ് ഫ്രൈഡ് റൈസിനെ ഇവിടെ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിനെ ഞാനൊന്ന് കുറച്ച് കാപ്സിക്കും അതുപോലെ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വേറൊരു എപ്പിസോഡിൽ മറ്റൊരു ടേസ്റ്റി ഫുഡായിട്ട് കാണാം.